വെള്ളിയാഴ്ചയാകാൻ ഇനിയുമുണ്ട് ദിവസങ്ങൾ. ഇതിനിടയിൽ CPIM-ന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ പാർട്ടി കൈവിട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണയെ അഴിക്കുള്ളിലാക്കുമോ ED എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് വെള്ളിയാഴ്ച കിട്ടേണ്ടത്. തെളിവുകളെല്ലാം കയ്യിലുണ്ടെന്ന് പറഞ്ഞ് കോടതിയിലെ കടമ്പകളും കടന്നെത്തുന്ന ED ചോദിച്ചറിയാൻ ധാരാളമുണ്ട്. അതിനുള്ള ചോദ്യാവലിയും തയ്യാറാക്കി കാത്തിരിക്കുകയാണ്. വിളിച്ചു വരുത്തുകയാണ് ED ഓഫീസിലേക്ക്. അവിടേക്ക് വിളിക്കാതെ വന്നാൽ CPIM പ്രവർത്തകർക്ക് തിരുവനന്തപുരത്തേതുപോലെ തന്നെ അഴിക്കുള്ളിലേക്ക് പോകാം. അകത്ത് നല്ല ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാം. പുറത്തേക്കിറക്കാൻ പാർട്ടി പാടുപെടുകയും ചെയ്യും. പാർട്ടി ഒപ്പമില്ല എന്നുള്ളത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവർക്ക് ബോധ്യമായി കാണും. മുട്ടയെറിഞ്ഞവർക്കും കല്ലെറിഞ്ഞവർക്കും കുറുവടിയെടുത്ത് ചില്ല് തല്ലി പൊട്ടിച്ചവർക്കും ED അതിലും കടുപ്പിക്കുകയാണ് ആ കേസിൽ. അതുകൊണ്ട് തടയാനും ഒപ്പമുണ്ട്. മറ്റാരുണ്ട് എന്ന് ചോദിച്ചാൽ ഒപ്പമുണ്ടെന്ന് പറഞ്ഞിറങ്ങിയാൽ ജയിലിൽ കിടക്കുമ്പോൾ ഒപ്പമാരും ഉണ്ടാകില്ല എന്ന് പോകുന്നവർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് കൊള്ളാം. പാർട്ടി ഒപ്പമില്ലാതെ വീണ തൈക്കണ്ടിയിൽ ഒറ്റയ്ക്ക് എങ്ങനെ പ്രതിരോധം തീർക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പിണറായി വിജയന് നേരെ വന്നാൽ മാത്രം പ്രതിരോധിച്ചാൽ മതിയെന്ന് MV ഗോവിന്ദൻ പറഞ്ഞത് അത് വീണയ്ക്കുള്ള മുന്നറിയിപ്പാണ്. ഇനി അറിയേണ്ടത് പിണറായി വിജയനിലേക്ക് ഈ കേസ് എത്തുമോ എന്നാണ്. പരാതിക്കാരനായ ഷോൺ ജോർജ് ഒക്കെ പറയുന്ന രീതിയിൽ അങ്ങനെ എത്തിയാൽ ഒരുപക്ഷേ പാർട്ടി ഇറങ്ങുമായിരിക്കാം. അപ്പോഴും അകത്താകുമെന്നുള്ള പേടി അണികൾക്കുണ്ടാകുന്നത് നല്ലതാണ് ജോഷി.